ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ലഞ്ച് വ്ളോഗ്. ഒരു 10:30-11 മണി മുതൽ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് വരെയുള്ളൊരു സമയം. അതിനുള്ളിലുള്ള നമ്മളെ ജോലികളും പിന്നെ ഒരു 2 റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണണം. ഓക്കെ. ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല വെയിലും ചൂടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയ ശേഷം ഒരു 10:30-11 മണിക്കൊക്കെയാണ് കേട്ടോ ഞാൻ കിച്ചണിൽ പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നത്. ഇന്ന് ബീഫാണ് ഉണ്ടാക്കുന്നത്. ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ വേഗം അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ബീഫൊക്കെ ആദ്യം തന്നെ ഞാൻ കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടോ, കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, കുറേ അരിയാനൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി മാത്രം ഇതിന് കാര്യമായിട്ട് നമുക്ക് തൊലിച്ചെടുക്കേണ്ടതുള്ളൂ. അത് മാത്രമേ കാര്യമായിട്ടൊരു പണി. ഒരു 3/4 കിലോ ബീഫിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നുറുക്കിയെടുക്കൊന്നും വേണ്ട. നമ്മൾ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതല്ല വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുവൊന്നും ഇങ്ങനെ 2 മുറിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ബീഫൊക്കെ കഴുകി നല്ലോണം വെള്ളം വാരാൻ വേണ്ടി വെച്ചതായിരുന്നു. ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു കുക്കറിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. 3/4 കിലോ ബീഫ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് എല്ലും കൂടി ഉണ്ട്. എല്ലും കൂടിയും ചേർത്താണ് കേട്ടോ ഞാൻ വാങ്ങൽ. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഞാൻ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങാക്കൊത്തിട്ടിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കിയ പോലെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ മുറിച്ചെടുക്കലാണ് കുറച്ചൊരു പണിയുള്ളത്. ഞാൻ തേങ്ങ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഒക്കെ ഇങ്ങനെ മുറിച്ച് കൊത്താക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കലാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ പായസത്തിലും നെയ്യപ്പത്തിൽ ഇതിലൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ബീഫിനൊക്കെ ആകുമ്പോൾ കുറച്ച് നീളത്തിൽ വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഫ്രീസറിൽ വെക്കൽ. ഇനി അതും കൂടി നമുക്ക് ബീഫിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ചേർത്തത് ഇത്രയേ ഉള്ളൂ. ഇനി വേറെ നമ്മളിതിലൊന്നും ചേർക്കണില്ല. പാകത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് കുക്കർ അടച്ചിട്ടൊരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കും. ബീഫിനാകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടല്ലോ. മോൾക്ക് കുറുക്കുണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇത്. അവൾ നേരത്തെ എണീറ്റതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും കഴിക്കാതെ അവൾ ഉറങ്ങി. ഇനി ലഞ്ചിന് വേണ്ടിയിട്ട് വെണ്ടക്കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും മുരിങ്ങക്കയൊക്കെ തേങ്ങ അരച്ചിട്ടൊരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടന്ന് കണ്ടില്ലായിരുന്നു. അപ്പോൾ താഴെ കിടക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി പോവല്ലേ ഇത് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് നഞ്ഞി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങക്കായൊക്കെ തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് പാത്രത്തിൽ ഇട്ട് ഞാൻ ഈ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തക്കാളിയാണ് പിന്നെ ഈ കറിൻ്റെ കൂടെ ചേർക്കുന്നത് കേട്ടോ. ഇതൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറിയായിരിക്കും. എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ പൊതുവെ അങ്ങനെ എരിവ് കുട്ടികൾക്കും ഇഷ്ടമല്ല, എനിക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1-2 മുളക് ഒക്കെയാണ് ഞാൻ കറികളിലൊക്കെ പൊതുവെ ചേർക്കൽ. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറേ വെള്ളമൊന്നും വേണ്ട. നമ്മൾ തേങ്ങ ഇനി അരച്ച് ഒഴിക്കും ഇതിലേക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആ മുരിങ്ങക്കായൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് അവിടെ നിന്ന് വെക്കുന്നിടത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചാലാണ് നമുക്ക് അടുത്ത ഇനിയിപ്പോൾ ലഞ്ചിനൊക്കെ ആകുമ്പോൾ കുറേ പാത്രങ്ങൾ ഇനി അങ്ങനെ പരന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകി വെക്കാനൊക്കെ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലങ്ങളിലേക്ക് വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും കുറ്റിയൊക്കെ എടുത്ത് വെക്കുകയാണ്.
കറി വേവുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ തേങ്ങയൊക്കെ എടുത്തിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെക്കാൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം, എന്നാലുള്ളൂ ഫ്രീസറിൽ വെക്കുന്ന തേങ്ങയാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഉള്ളി, ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഓരോ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊക്കെ ഈ ജഗ്ഗിൽ ഇങ്ങനെ എടുത്ത് വെക്കലാണ്, എന്നാലാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി തേങ്ങയൊക്കെ ഒന്ന് അരച്ച് എടുക്കാണ്. കറിയൊക്കെ തിളച്ച് പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, കറി തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഗ്രേവി ലൂസാവില്ലേ, അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു അടച്ച് വെക്കാം. ഉപ്പേരിക്കുള്ള വെണ്ടക്ക വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മളൊരു തുണിയിലൊക്കെ വിരിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. തീരെ വെള്ളം പാടില്ല കേട്ടോ, കാരണം അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു വഴുവഴുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ടിഷ്യൂ കൊണ്ടൊക്കെ ഒപ്പിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനെ 4ആയിട്ട് കീറിയെടുക്കുക. അപ്പോൾ 4ആയിട്ട് ഇങ്ങനെ കീറിയെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ കേടെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും. എന്നിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ നമുക്ക് നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു. നമ്മളെ ബീഫ് അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുക്കർ അതിൻ്റെ ആവിയൊക്കെ പോയി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രേവി ഉണ്ടായില്ലേ, അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഈ ബീഫ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കിടന്ന് അതൊന്ന് വറ്റിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അടിക്കൊന്നും പിടിക്കില്ല. പക്ഷേ ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും. വെണ്ടക്ക ഉണ്ടാക്കാനുള്ള പാത്രം അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൽ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാൻ വേണം. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറേ സവാളയൊന്നും വേണ്ട, ഒരു മീഡിയം സൈസ് സവാള മതി. പക്ഷേ വെണ്ടക്ക കുറവാണെന്നുണ്ടെങ്കിൽ സവാള കുറച്ച് അധികം എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഉപ്പേരിയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവുള്ളൂ. വെജിറ്റബിൾസിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ. പക്ഷേ വെണ്ടക്ക കടയിൽ പോയിട്ട് നമുക്ക് എടുക്കുമ്പോഴാണ് പണി. അതിങ്ങനെ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ തീരെ വാടിയതായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പിടിച്ച് അതിൻ്റെ അറ്റം ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഇട്ടിട്ടുണ്ടാവും വെണ്ടക്ക നമ്മൾ അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ. പിന്നെ വെണ്ടക്ക കാണുന്ന പോലെ അല്ലല്ലോ, കുറേ എടുത്താലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഫ്രൈ ഒക്കെയാണെന്ന് വെച്ചെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബീഫ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേണം വറ്റിക്കാൻ കേട്ടോ. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൽ തന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് കുറച്ച് ബോൺസ് എല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ എല്ലൊക്കെ ഇടുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ കുറച്ച് നെയ്യൊന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിൽ തന്നെ കിടന്നത് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വന്നോളും. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇത് വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരന്ന പാത്രം തന്നെ എടുക്കണം കേട്ടോ, കുറച്ച് വലിയ പാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഒന്നായിട്ട് കൂടി കിടന്നുകഴിഞ്ഞാൽ ഒക്കെ കൂടി ഒരു വഴുവഴുപ്പായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ പോയി കിട്ടണമെങ്കിൽ ഒന്നിങ്ങനെ വിടർന്ന് കിടക്കാനുള്ളൊരു സ്പേസ് വേണം കേട്ടോ. ബീഫ് ഏകദേശം റെഡിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഇതൊന്നും പോവാതെ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന നേരത്ത് നല്ല സ്മെല്ലും ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നും ഇങ്ങനെ മുരിഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു തനി നാടൻ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുന്നത്. ബീഫ് പൊതുവേ ഇവിടുന്ന് വാങ്ങിയാൽ വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. നാട്ടിലെ ബീഫിൻ്റെ ആ ടേസ്റ്റൊന്നും ഇവിടുന്ന് കിട്ടില്ല. വെണ്ടയ്ക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ പോകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ബീഫ് റെഡി ആയിട്ടോ, ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. വെണ്ടയ്ക്ക് അതുപോലെ തന്നെ കുറച്ചൊക്കെ അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഒന്നിങ്ങനെ വാടി ജസ്റ്റ് കളറൊക്കെ ഒന്നിങ്ങനെ ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക.
ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മാത്രം ഇങ്ങനെ സൈഡിൽ കൂടെ ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്, നമുക്ക് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ കറി നമ്മൾ വേവിച്ച് വെച്ചതല്ലേ, ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ താളിച്ച് വയ്ക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ കറി എൻ്റെ ഉമ്മ നാട്ടിലെപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഉമ്മ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കല്. പിന്നെ ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ചോറ് ഊറ്റി വെക്കാണ്ടതിന് ഞാൻ ചോറ് ഓൾറെഡി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ചോറ് വെക്കലാണ്. എന്നിട്ട് ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കലാട്ടോ. 1 മണിക്കൂറൊന്നും അല്ല ഞാൻ ഇതിൽ വെക്കൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് അധികം വെന്ത ചോറാണ് ഇഷ്ടം. തീരെ വേവാതെ ഇങ്ങനെ ഇരിക്കുന്ന ചോറ് വലിയ താല്പര്യമില്ല. കാരക്കാണെങ്കിലും ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും കുറച്ച് വെന്തൊരു ചോറാണ് ഇഷ്ടം. ഇപ്പോൾ ചോറൊന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. 2-3 മണിക്കൂറൊക്കെ വെച്ച് ഇപ്പോൾ ഊറ്റി വെക്കുകയാണ്. എന്ന് വിചാരിച്ചിട്ട് വേവ് അധികം ആവുന്നില്ല കേട്ടോ. അതിൽ കുറേ നേരം വെച്ച് വെച്ചിട്ട് ഒരുപാട് വേവ് അധികം ആവുന്നില്ല. ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഈ താളിച്ചൊഴിച്ച് കടുകാണെങ്കിലും ഒക്കെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് അടച്ച് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇത്ര അതിൻ്റെ ഫ്ലേവർ ഫുള്ളായിട്ട് അതിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പാത്രം കഴുകലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി റൂമിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണുള്ളത്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കൽ. ഞാൻ എല്ലാ ക്ലീനിങ്ങും ഫുഡൊക്കെ കുക്കിങ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എല്ലാ ക്ലീനിങ്ങും ചെയ്യൽ. മൂത്ത ആൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യത്തിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. ബെഡ്ഷീറ്റും ഇതൊക്കെ റെഡിയാക്കി ഇടാനാണെങ്കിലും പിന്നെ അടിച്ചു വാരാനും കാര്യത്തിനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഒരു 12:45 1 മണിൻ്റെ മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുക. കാരണം മൂത്താൾക്ക് ലഞ്ച് ബ്രേക്ക് അപ്പോഴാണ്. ഒരു 12:50 അവളെ ലഞ്ച് ബ്രേക്ക് വരുന്നത്. പിന്നെ മാത്രമല്ല താരക്കാക്ക് ഡ്യൂട്ടി ഉണ്ട് ഉച്ചയ്ക്ക് 1:30 1:15 പോവും. അപ്പോൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കും എല്ലാവരും. മോനക്കും അതുപോലെ തന്നെ എക്സാമാണ് ഇപ്പോൾ. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് തന്നെ 2 മണിയാകുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞ് നമുക്കും അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം എക്സാം ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ നേരത്തെ തീർക്കും. ചെറിയ ആളും അപ്പോൾ തന്നെ എണീറ്റ് ഭക്ഷണം കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അവളെ ഇരുത്തുന്നാലും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.